ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഞങ്ങൾ ഫാമിലിയായിട്ട് തൃശ്ശൂർക്ക് ഒരു ഡിന്നർ കഴിക്കാൻ പോയി. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മോള് അമ്മു ഒരുങ്ങുന്നുണ്ട്. അമ്മു ഹൈദരാബാദിൽ നിന്ന് ലീവിന് വന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഡിന്നറിനൊന്ന് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചത്. കാരണം മക്കൾ രണ്ടുപേരും വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടേതായ ജോലിയും തിരക്കൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ഒന്നും അവരെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒഴിവുള്ള ഒരു സമയം നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എറണാകുളത്ത് പോകണോ തൃശ്ശൂർ പോകണോ എന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ലാസ്റ്റ് തൃശ്ശൂർ പോകാമെന്ന് തീരുമാനിച്ചു. കുറച്ച് സമയം ഫാമിലി ആയിട്ടിരുന്ന് സംസാരിച്ച് പതുക്കെ ഫുഡൊക്കെ കഴിച്ച് പോരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ തൃശ്ശൂർ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. വെറൈറ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ്. അതായത് പല രാജ്യങ്ങളിലെ ഫുഡ് ഈ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്ന ഹോട്ടൽ. റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ, അതാണ് ആ ഹോട്ടലിൻ്റെ പേര്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടുന്ന തൃശ്ശൂരിലെ നല്ല ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ച് ഓടിപ്പോവാമെന്നൊന്നും വിചാരിച്ച് വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് കഴിയുമ്പോഴാണ് അവരത് പ്രിപ്പയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇവിടേക്ക് വരാൻ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി 10 മണിയായി. 11 മണിക്ക് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും കേട്ടോ. പക്ഷേ അമ്മു ഓൺലൈനിൽ ഞങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യണ സമയത്ത് അവിടുത്തെ മെനു ഒക്കെ ഒന്ന് നോക്കി, നമ്മൾ അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അവർ നമ്മളെ ഉള്ളിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ നമ്മൾ വാഷ് ഏരിയയിലേക്കാണ് പോയത്. ഇതാണ് അവരുടെ വാഷ് ഏരിയ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 2 വാഷ് ബേസിനുണ്ട്. നല്ല രസമായിട്ടുണ്ട്. വാഷ് ഏരിയ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള സീറ്റിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടുത്തെ മെനു ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി. കാരണം നമ്മുടെ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് തീരുമാനിക്കണ്ടേ. നമ്മുടെ ഭക്ഷണങ്ങളൊന്നും അല്ലല്ലോ, ഒക്കെ വ്യത്യാസമല്ലേ. പക്ഷേ ഞാനിവിടുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പോയ ഫുഡ് ഐറ്റംസ് പലതും എനിക്കവിടെ കിട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ 3-4 വർഷം മുമ്പുള്ള യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കുറേ വിഭവങ്ങളുടെ പേരൊക്കെ ഞാൻ എഴുതിയെടുത്ത് പോയത്. പക്ഷേ അതൊക്കെ ഓൾഡ് മെനു ആണ്. ന്യൂ മെനുവിൽ അതൊന്നുമില്ല, പുതിയ ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ വേറെ കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ പഴയതിൽ നിന്ന് 1-2 ഐറ്റമൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഞങ്ങളവിടെ ഓർഡർ ചെയ്ത ഓരോ ഐറ്റം എന്തൊക്കെയാണെന്ന് ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് പ്രിപ്പയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം കിട്ടും ഇരുന്ന് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനൊക്കെ കുറേ സമയം കിട്ടും. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ചുമരിലുള്ള ഒരു ചിത്രമാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആളുകൾ, ആദിമ മനുഷ്യൻ മൃഗങ്ങളെ ചുട്ട് തിന്നിട്ടും ഒക്കെ കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടല്ലോ, ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ അധികം ഈ ഗ്രിൽ ഐറ്റംസ് ആണ്. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനത്തെ ഒരു ചിത്രം അവിടെ ചുമരിൽ വെച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ആ ഒരു ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ചില്ലുകൂടിൻ്റെ ഉള്ളിൽ കുറേ പാസ്ട്രീസ് എന്നൊക്കെ കാണാം കേട്ടോ. അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നോക്കിയപ്പോൾ അവിടെ അധികമൊന്നും ഇല്ല, കുറച്ച് പാസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു രാത്രിയാണല്ലോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം 10 മണിയായി. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ആദ്യം വന്നത് ഈ ഒരു ഐറ്റമാണ്. അതായത് മാംഗോ ഫ്രാപ്പ എന്ന് പറയും. നല്ല അടിപൊളിയായിരുന്നു. അത് മാംഗോ ഐസ്ക്രീമും മാംഗോ ഷേക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. മാംഗോ ഫ്രാപ്പ നന്നായിരുന്നു കേട്ടോ. പിന്നെ സൂപ്പ് വലിയൊരു ബൗളിലാണ് അവർ സൂപ്പ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂപ്പ് ഒരാൾക്ക് ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാൻ അത്ര എളുപ്പമല്ല. ഞങ്ങൾ 4 പേർക്കും കൂടിയിട്ട് ഞങ്ങൾ ഒരു സൂപ്പേ ഓർഡർ ചെയ്തുള്ളൂ. 4 പേര് കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു. വോണ്ടൺ സൂപ്പ് എന്നാണ് ആ സൂപ്പിൻ്റെ പേര്. ചിക്കൻ സൂപ്പായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ പൊള്ളി ഐറ്റമായിരുന്നു കേട്ടോ. ഇനി എങ്ങാനും നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കഴിച്ചത്
ഉസ്ബെക്ക് പിലാഫാണ്. മട്ടൺ പിലാഫാണ് കഴിച്ചത്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റൈസിന് എനിക്കൊരു മന്തി റൈസിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ മട്ടൺ ആയതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തമില്ല. എനിക്ക് ചിക്കൻ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിലിപ്പോൾ ചേട്ടനാണെങ്കിലും മോനാണെങ്കിലും മോൾക്കാണെങ്കിലും അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. കാരണം അവർക്കൊക്കെ മട്ടൺ ഇഷ്ടമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫുഡ് ഓർഡർ ചെയ്താലും അതിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പേരുണ്ടെങ്കിൽ ഒരാൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്താൽ മതി, 2 പേർക്കും കഴിക്കാൻ പറ്റും. പിന്നെ അദാന കബാബ് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കബാബാണ്, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത്രയും ഐറ്റംസ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും വയറ് നന്നായിട്ട് നിറഞ്ഞു. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞുകൂടാ, നല്ല അടിപൊളി ആംബിയൻസാണ് കേട്ടോ, പറയാതെ വയ്യ. കാരണം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിച്ചിരിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ ചുമരിലൂടെയൊക്കെ ഇങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് കാണാൻ നല്ല അഴകുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനൊരു പേര് പറയൂല്ലേ, ഇങ്ങനെ വയ്ക്കുന്ന സാധനങ്ങൾക്ക് എനിക്കതിൻ്റെ പേര് കിട്ടണില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ അതേ ടേബിൾ സെറ്റിങ്സൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ടേബിൾ സെറ്റിങ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ഹോട്ടൽ. ഇവിടെ നല്ല ആംബിയൻസിൻ്റെ ഒപ്പം തന്നെ നല്ല മ്യൂസിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല ആംബിയൻസിൽ ചെറിയ ശബ്ദത്തിലുള്ള നല്ല ഇംഗ്ലീഷ് മ്യൂസിക്കും കേട്ടുകൊണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ഭക്ഷണം ആസ്വദിക്കുന്നത് നല്ല ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും മനസ്സും വയറുമൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് കേട്ടോ, തിരിച്ചു പോരുകയാണ്. അപ്പോൾ അതാ നല്ല ക്രിസ്മസ് ട്രീയും നല്ലൊരു ഇതൊക്കെ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ വരുന്ന ആ സമയമായതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ സന്തോഷകരമായി ഒരു ന്യൂ ഇയർ ആഘോഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.